ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കനുമായ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ കെ വി തോമസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ പാമ്പ്ളാനി തിരുമേനിയുടെ അടുത്ത് പോയിരുന്നു. ഇന്നിപ്പോൾ വർഗീസ് ചക്കാലൻ കാണുന്നു. സർക്കാരുമായിട്ട് എന്തെങ്കിലും മീഡിയേഷനാണ് ഉദ്ദേശം? ഞാൻ ഇവിടെ എപ്പോഴും വരുന്നത് കാണാൻ CM പിതാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. കാര്യങ്ങളൊക്കെ സ്നേഹബന്ധമാണ്. ഞാൻ പ്രത്യേകിച്ച് CMൻ്റെ കാര്യം പിതാവിനോട് പറയേണ്ട കാര്യമില്ല. ഇത് ഡയറക്റ്റ് ബന്ധമുള്ള ആളുകളാണ്. പിതാവെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയുടെ തലവനല്ലേ, ഇപ്പോൾ KRLCCയുടെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ 3 ആർച്ച്ഡയോസിസിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് പിതാവാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണും. ഞാൻ ഇന്നലെ അലക്സ് പിതാവിനെ പോയി കണ്ണൂർ കണ്ടിരുന്നു. ഞാനിപ്പോൾ പെട്ടെന്നല്ല, വരുമ്പോഴൊക്കെ ഇവരെല്ലാം കാണും. കാരണം ഞങ്ങളൊക്കെ ഒരു സഭയുടെ ഭാഗമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സർക്കാരുമായുള്ള ചർച്ചകളിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒരു കമ്മീഷൻ വെച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഒരു നടപടിയായിട്ടില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മീഷൻ വെക്കുന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കായിട്ടല്ലേ തോന്നുന്നു? ശരിക്കും CMനോട് ചോദിക്കണം, എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാം. പിന്നെ പിതാവാണ് ഇതൊക്കെ CMയോടൊക്കെ സംസാരിക്കുന്നത്. അതൊക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സഭയുടെ കാര്യമൊക്കെ പിതാവ് പറയും. ഈ വിഷയത്തിൽ പിതാവിനൊരു ആശങ്കയില്ല? JB കോശി കമ്മീഷൻ പുറത്ത് വിട്ടിട്ടുണ്ട്. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് വേണ്ടത്. അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് കമ്മീഷനെ വെച്ചത്. 2 വർഷം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു. 3 വർഷം ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്നിട്ട് ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പുറത്തുവിടുന്നു. അപ്പോൾ ഈ സഭാ വോട്ടുകളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കമ്മീഷനെ വെക്കുന്നു. അതേ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് അത് ചർച്ചയാക്കുക എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് സഭയ്ക്ക് വിശ്വാസികൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? അതായത് റിപ്പോർട്ട് എപ്പോൾ പുറത്തു വിടണമെന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കണം. അവരവരുടെ സമയത്ത് ഇത് പുറത്തു വിട്ടു. പക്ഷെ അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1947 എന്ന് പറഞ്ഞുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ 47 മുമ്പ് ലത്തീൻകാരനായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതെടുത്ത് മാറ്റി ഗവൺമെൻറ്. അത് JB കോശി കമ്മീഷൻ്റെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനി ഭരണത്തിൽ വരുന്നവർക്ക് വീണ്ടും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ 80:20 എന്ന് പറഞ്ഞ അനുവാദമായിരുന്നു. അതിപ്പോൾ ഹൈക്കോടതി അത് പോരാ, ജനസംഖ്യാ അനുവാദത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സർക്കാർ അതിനെതിരെ കോടതി പോയിരിക്കുകയാണ്. 80:20 തന്നെ മതി എന്നുള്ളത്. അതും ഈ സമുദായത്തോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ട് തോന്നുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല കാര്യമായിട്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. 80:20 ചിലർ പറയാറുണ്ട്. പക്ഷെ നമ്മൾ അത് പഠിക്കാൻ വേണ്ടി ഈ ഒരു പൂർണ്ണ തൃപ്തിയിലാണോ ഈ സർക്കാരുമായിട്ടുള്ള ഡീലിങ്സ്? ഇപ്പോൾ തോമസ് മാഷ് പറഞ്ഞു മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. തൃപ്തനാണോ? അതായത് എനിക്കെന്ന് പറഞ്ഞിട്ട് എല്ലാ പാർട്ടികളുമായിട്ട് നല്ല ബന്ധമുണ്ട്, എല്ലാ ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷെ അത് രാഷ്ട്രീയമാകണമെന്നില്ലല്ലോ. നമ്മളൊരു സൗഹൃദമാണ് എപ്പോഴും. ആ സൗഹൃദം എന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ എല്ലാ പാർട്ടികളോടും എല്ലാ വ്യക്തികളോടും നല്ല നിലയിൽ ഞാൻ പെരുമാറി സംസാരിക്കും. മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധമുണ്ട്. എങ്ങനെയാണ് പിതാവ് എന്തെങ്കിലും പ്രത്യേക ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത്? അതൊക്കെ പിതാവ് പറയാനുള്ള ഗവൺമെൻറ്റുമായിട്ട് പറയാനുള്ള കാര്യം വേറെ ആരും പറയണ്ട. പിതാവ് CMമായിട്ട് ഡയറക്റ്റ് നല്ല ഇപ്പോഴുള്ള ബന്ധമല്ല, വളരെ വർഷങ്ങളായി ഉള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, അല്ലാതെ തന്നെ സഭയുമായിട്ട് നല്ല ബന്ധം പിണറായി വിജയനുണ്ട്. പ്രത്യേകിച്ച് പിതാവുമായിട്ട് എനിക്കറിയാം, നിങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. അതൊക്കെ പിതാവ് സൂചിപ്പിച്ച വ്യക്തിബന്ധങ്ങളാണ്, അതിന് അല്ലാതെ രാഷ്ട്രീയ ബന്ധങ്ങളല്ല. താങ്കളെപ്പോലെ സഭയുടെ വിശ്വാസി നിയമസഭയിലുണ്ടാകുമ്പോൾ അത് കുറച്ചുകൂടി സഭയ്ക്ക് ഗുണം ചെയ്യും തോന്നുന്നു. ഞാനായ ആളല്ലേ. ഇനി വരുന്ന 2026 തെരഞ്ഞെടുപ്പിന് ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നൽകുന്ന പ്രതീക്ഷ അല്ലല്ല, അതൊക്കെ വ്യക്തമായി ഞാനത് കാര്യങ്ങൾ നേരത്തെ 23 പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദീർഘകാലം MPയും MLAയും മന്ത്രിയൊക്കെ അയാളല്ലേ. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നും അല്ലാതെ തന്നെ ഒത്തിരി വർക്ക് എനിക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ സംസ്ഥാന ഗവൺമെൻറ് ഡൽഹിയിലെ പ്രതിനിധിയാണ്. ഞാൻ പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെടാറുണ്ട്, അമിത്ഷായായിട്ട് ബന്ധപ്പെടാറുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഒരു കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് മാനമൊന്നുമില്ല. ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. എൻ്റെ അനിയൻ പീറ്റർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. അലക്സ് പിതാവ് എറണാകുളത്തുകാരനാണ്. അതുപോലെ അവിടുത്തെ ഡേവിഡ് കുറുപ്പശ്ശേരി ഞങ്ങളുടെ ഒരേ ഫാമിലിയാണ്. അപ്പോൾ ഇതിന് വ്യത്യാസമില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകളല്ലേ. കുടുംബത്തിലെ ആളുകൾ വരുമ്പോൾ അതിൽ ഏറ്റവും റെസ്പെക്റ്റബിളായ നമ്മുടെ പിതാക്കന്മാരെ കാണും. ഞാൻ എല്ലാ പിതാക്കന്മാരെയും കാണാറുണ്ട്.
ഏതായാലും സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.